കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ റെയിൽവേ മന്ത്രാലയത്തിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി. കാലപ്പഴക്കം ചെന്ന കെട്ടിടം യഥാസമയം ഓഡിറ്റ് ചെയ്ത് പൊളിച്ചു മാറ്റാത്തത് കൊണ്ടാണ് അപകടം സംഭവിച്ചത്. പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LJ ലജീഷ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 2ാം പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന ക്ലോക്ക് ടവർ തകർന്നു വീണത്. സംഭവ സമയത്ത് യാത്രക്കാരോ ജീവനക്കാരോ ഈ ഭാഗത്തില്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. റെയിൽവേ മന്ത്രാലയത്തിനുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. 100 കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. അപകടമുണ്ടായ ശേഷവും റെയിൽവേ അധികൃതർ അലംഭാവം തുടരുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LJ ലജീഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. പണമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ റെയിൽവേക്കകത്ത് കേരളത്തിനകത്ത് ഒരു മാറ്റവും വികസനവും വരുത്താൻ മുൻകാലങ്ങളിലും ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യൻ റെയിൽവേക്കകത്ത് വികസനം വരാത്ത മേഖലയായി ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന തുരുത്തിനെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലിങ്ക് റോഡ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് RPF ഉദ്യോഗസ്ഥർ തടഞ്ഞു. ജില്ലയിലെ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ KM സച്ചിൻ ദേവ്, T അതുൽ, MV നീതു, അമിത പ്രദീപ്, ഫഹദ് ഖാൻ, P ഷാരുദി, R ഷാജി, സിനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.